ഇത് മുല്ലക്കാനം, നാലുപാടും കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. കുന്നിൻ മുകളിലെ ഈ ഭീമൻ പാറ ഈ നാടിനൊരു പേടി സ്വപ്നമാണ്. പക്ഷേ വളരെ നിസാരമായി കണ്ട് അവർ ചെയ്തൊരു തെറ്റ് ആ നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നയൊന്നായി മാറി. ഭാസ്കര, നിങ്ങൾ ആ കുരങ്ങിനെ എന്ത് ചെയ്തു? അതിനെ അപ്പൊ തന്നെ കടലിലെറിഞ്ഞു. ചത്ത് കാണും. ഇനിയിപ്പോ അത് ചത്തില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് വീണ കടൽ കൊണ്ടിടുന്നത് ചെകുത്താൻ ദ്വീപിലായിരിക്കും. അവിടെ എന്തൊക്കെ തരം ജീവികളുണ്ടെന്ന് ആർക്കറിയാം. എന്തൊരു മഴയായത്! ഇതിനൊരു അറുതിയില്ലേ? കാലക്കേടിന് മുല്ലക്കാനം മലയിലെ കല്ലെങ്ങാനും ഇളകിയ പിന്നെ ഈ നാടില്ല. വെള്ളത്തിൽ കളിക്കാതെ അകത്ത് കയറിക്കേ. എന്തൊരു മഴയായത്! ഇങ്ങനെ പോയാ ഈ നാട് നശിക്കൂലോ. അതല്ലേ മനുഷ്യന്റെ ചെയ്തികൾ. മുല്ലക്കാനം മലയിലെ കൂറ്റൻ പാറ ആരും മറക്കണ്ട. മുത്തശ്ശി, ചെകുത്താൻ ദ്വീപിൽ വലിയ ജീവികളുണ്ടോ? ഉണ്ട് മോനെ. മുല്ലക്കാനം മലയിലെ ഭീമൻ പാറയേക്കാൾ വലുത്. അതെ, സത്യം പറഞ്ഞാ പേടിച്ചാ ജീവിക്കുന്നത്. ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായ മതി മുല്ലക്കാനം മലയിലെ കല്ലിളകാൻ. മുല്ലക്കാനം മലയിലെ പാറ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് തകർത്ത് കളയുക. നമ്മളെ മുല്ലക്കരക്കാര് ഒന്നും അറിയണ്ട, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ കല്ല് അവിടെ എത്രയോ കാലമായിട്ട് ഇരിക്കുന്നതല്ലേ, അത് അവിടെ തന്നെ കാണും. സമരവും കഴിഞ്ഞു, മന്ത്രിയും പോയി. മലയിലെ കല്ലൊരു ബോംബ് പോലെ അവിടെ തന്നെയുണ്ട്. ഇനി എല്ലാം വിധി. നമ്മൾ ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? എത്ര ജീവനുകളാണ് ഇങ്ങനെ പൊലിയുന്നത്? മുല്ലക്കാനം മലയിലെ പാറക്കല്ലെങ്ങാനും ഇളകിയാൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒന്നും ബാക്കി വരില്ല ഇവിടെ. ഇതിൽ നിന്നൊക്കെ ഈ നാടിനെ ആര് രക്ഷിക്കാന്നാണ്? അത് പണ്ട് കടലിൽ കളഞ്ഞ കുരങ്ങല്ലേ? തല്ലിക്കൊല്ലടാ അതിനെ.
കാട്ടിലേതോ ഭീകരജീവി ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ആവും. വേഗം വണ്ടി എടുക്ക്, വേഗം. സർ, നോ സർ, ഷൂട്ട് ചെയ്യരുത്, അത് വയലന്റ് ആവും.